മർദ്ദനത്തെ ന്യായീകരിച്ചാണ് മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടായത്. അതിലേക്ക് കഴിഞ്ഞ ദിവസം 2-3 ചെറുപ്പക്കാർ അവിടെ വന്നിങ്ങനെ കാണിക്കുന്നത് കണ്ടു. ഞാൻ അവരെ കൈ കാണിച്ചു എന്നാണ് പറഞ്ഞത്. അതൊരു സന്ദേശം താഴേക്ക് കൊടുക്കുകയായിരുന്നു. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് അത്തരൊരു പ്രകോപനം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. അവർ പ്രകോപനം ഉണ്ടാക്കാനാണ് ബോധപൂർവ്വം ശ്രമിക്കുന്നത്. ക്രമത്തിന്റെ പാതയിലേക്ക് ഞങ്ങളല്ലല്ലോ പോയത്. മഞ്ചേശ്വരത്ത് പരിപാടി ആരംഭിക്കുമ്പോൾ മുതൽ ഒരു സംഘർഷം കേരളത്തിൽ ഉണ്ടാക്കണം. അവർക്ക് ഈ നവകേരള സദസ്സ് അഭൂതപൂർവമായ ജനപങ്കാളിത്തം കണ്ടപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരു രക്തസാക്ഷി അവർക്കുണ്ടാകുന്നത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ വണ്ടിയുടെ മുമ്പേ കുറുകെ ചാടി അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പിടിച്ചു മാറ്റുകയും അവരെ മാറ്റിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പിടിവലി ഉണ്ടാകും. അല്ലെങ്കിൽ അത്തരം പ്രവണതയ്ക്ക് മുതിർന്നവരുടെ പേരിൽ ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സും ഒക്കെ തന്നെ ആ സമയത്ത് ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും. അത് സ്വാഭാവികമാണത്. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ആലപ്പുഴയിൽ സംഭവിച്ച മർദ്ദനം, അതിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സംഘവുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്നൊരു ആക്ഷേപം, പരാതി ഒക്കെ ഇപ്പം പരാതിയായി വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ സഹിതം കോൺഗ്രസ് ആ വിഷയം ഉയർത്തുന്നുമുണ്ട്. രാഷ്ട്രീയ വിഷയമായി മാറുന്നുമുണ്ട്. ശക്തമായ രൂക്ഷമായ ഭാഷയുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിഷയം, ഏത് രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ചയാകുന്നത്? പ്രജിൻ, നവകേരള സദസ്സിന്റെ 2ാം ദിവസം, ആലപ്പുഴയിലെ 2ാം ദിവസമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മണിക്കൂറുകൾ നീണ്ട ചില സംഘർഷങ്ങൾ ആലപ്പുഴയിൽ നടന്നത്. അതിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കും. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധ പരിപാടികൾ തുടരും എന്ന് ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് ഇന്ന് ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധ സംഭവത്തെ, ഈ അക്രമ സംഭവത്തെയും പോലീസ് മർദ്ദനത്തെ അടക്കമുള്ള കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞ വാദങ്ങൾ ഇവയായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിൽ കല്ലിയൂരാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നു, ശേഷം തൊട്ടുപുറകിൽ എസ്കോർട്ട് വാഹനം വരുന്നു. അപ്പോഴേക്കും ഈ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷവും ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗൺമാൻ അനിൽ കല്ലിയൂർ ലാത്തി കൊണ്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രി ആ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്റെ കൂടെയുള്ള അംഗരക്ഷകർ എനിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് നിയന്ത്രിക്കുന്നത്. ചാടി വീണ ആളെ തള്ളി മാറ്റുന്നത് കണ്ടിരുന്നു. വാഹനത്തിന് മുന്നിലേക്ക് പലതവണ എടുത്തു ചാടി. ഇടയ്ക്കിടയ്ക്ക് ചാടി വീണപ്പോൾ അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, അതിലെ കൂടുതൽ ചോദ്യത്തിന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ഷോഭിക്കുകയും ചെയ്തു. അതേസമയം ഇന്ന് പ്രതികരണം നടത്തിയ മറ്റു മന്ത്രിമാർ, പ്രത്യേകിച്ച് സജി ചെറിയാൻ പറഞ്ഞ കാര്യം, അതായത് തെറിവിളി അടക്കമുള്ള കാര്യങ്ങളിൽ പരിശീലനം നടത്തിയ ഒരു സംഘത്തെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെയും അതേപോലെ പോലീസിനെയും അടക്കം പ്രകോപിപ്പിക്കാൻ പറഞ്ഞു വിടുന്നു. മനഃപൂർവ്വം ചില നീക്കങ്ങൾ നടത്താൻ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. അത് ദുർവാശി കൊണ്ടുള്ള ചില സമീപനങ്ങളാണ്. അതടക്കമുള്ള കാര്യങ്ങൾ, അത് ആവർത്തിക്കരുതെന്നടക്കമുള്ള കാര്യങ്ങൾ സജി ചെറിയാൻ പറഞ്ഞപ്പോൾ ആന്റണി രാജു, മന്ത്രി P പ്രസാദ് അടക്കമുള്ള ആളുകളും സമാനമായ രീതിയിൽ പ്രതികരണം നടത്തി. അതായത് ചാവേർ സംഘങ്ങളെ അയക്കുന്നു എന്നുള്ള ആരോപണം ഇന്നും മന്ത്രി P പ്രസാദ് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആന്റണി രാജുവും പറഞ്ഞത്, ബസ്സിന് മുന്നിലേക്ക് എടുത്ത് ചാടുന്ന രീതി അത് പല രീതിയിൽ ആവർത്തിക്കുന്നു. ഇടക്കാലത്ത് നിന്നുപോയൊരു സാഹചര്യമായിരുന്നു, പക്ഷേ അത് വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ വീഴുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് നടത്തുന്ന ഇടപെടലാണ് ഇത് എന്നുള്ളതാണ് അവരുടെയൊക്കെ വിശദീകരണം. അപ്പോഴും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉറച്ചു പറയുന്നു. ഇനി നവകേരള സദസ്സ് കടന്നുപോകുന്ന ദിവസങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ KSUവിന്റെയും SFIയുടെയും അടക്കമുള്ള പ്രതിഷേധങ്ങൾ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രതിഷേധങ്ങൾ അത് സജീവമാക്കും. കോൺഗ്രസ് ആലപ്പുഴയിൽ നവകേരള സദസ്സ് എത്തിയതോടുകൂടി അതിന്റെ പ്രതിഷേധത്തിന്റെ മട്ടുമാറുന്നു. ഒപ്പം രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കൂടി ചൂടേറുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.